തിന്നു തിന്ന് മടുത്തൊരു ദിവസത്തെ വിശേഷമാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ വീഡിയോയിലേക്ക് പോയാലോ? ഹലോ ഗൈസ്, എവിടെ പോണേന്നറിയോ? ചേച്ചക്ക് അറിയോ? നമ്മള് ലഞ്ച് ലഞ്ച് എന്തിന് ലഞ്ച്? വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ലഞ്ച്. യെസ്, ആനിവേഴ്സറി ഡേറ്റ്. കബോൺ. ഓക്കേ. ഞങ്ങള് ആനിവേഴ്സറി ഡേറ്റിന് പോവാണേ. അപ്പൊ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. എല്ലാ തവണയും ഞാൻ ഓരോ ഗിഫ്റ്റ് ആണ് കൊടുക്കാറ്, പക്ഷെ ഇത്തവണ ഒരു എക്സ്പീരിയൻസ് ഗിഫ്റ്റ് ചെയ്യാന്ന് കരുതി. അങ്ങനെ ഞങ്ങള് നേരെ ഒരു ഊബർ എടുത്തിട്ട് പോകുന്നത് ബാർബിക്യൂ നേഷനിലേക്കാണ്. ഇന്നലെ തന്നെ ഞാൻ 2 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു നോൺ വെജ് അൺലിമിറ്റഡ് ബൊഫേ ആട്ടോ കഴിക്കാൻ പോകുന്നത്. ഇതുവരെ ചാച്ചനോട് പറഞ്ഞിട്ടില്ല. ലെറ്റ്സ് ഗോ. ആനിവേഴ്സറി ആയിട്ടേ ചുമ്മാ വീട്ടിലിരിക്കാതെ നമുക്കത് പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ ആളെ കൂട്ടിക്കൊണ്ട് പോയത്. നമ്മൾ നേരത്തെ സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് അൺലിമിറ്റഡ് ബൊഫേ ആണേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ഇന്നേ വരെ ഒരു ബൊഫേ കഴിച്ചിട്ടില്ലടാ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലാതെ. അതുകൊണ്ട് ഒരു വടിക്ക് 2 പക്ഷി എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഇച്ചാച്ചനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ചെന്നപാടെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് പറഞ്ഞത് പാനിപൂരിയും പാപ്പടി ചാറ്റ്, അങ്ങനെയാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അതും കൂടിയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ കനലൊക്കെ കൂട്ടിയല്ല, ആ ഒരു മെഷീനൊക്കെ ഓൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ബാർബിക്യൂസ് കൊണ്ടുവന്ന് വെച്ചു. അത് അടിപൊളിയായിരുന്നു. അൺലിമിറ്റഡ് ബൊഫേ ആയിരുന്നുകൊണ്ട് വരെ തീരുമ സാധനം വന്ന് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്. സ്റ്റാർട്ടേഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ മെയിൻ കോഴ്സിലേക്കും ക്രമേണ ഡെസേർട്ടിലേക്കും കടന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു കോമഡി ഉണ്ടായടാ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആണല്ലോ, അപ്പോൾ ഒരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വളരെ സീക്രട്ട് ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. എൻ്റെ മുഖം കണ്ടോ പ്ലിങ് ആയിട്ടിരിക്കുന്നത്. അത് ഈ സർപ്രൈസ് പാളിപ്പോയതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, സർപ്രൈസ് കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് നേരെ വന്ന് ഇച്ചാച്ചനോടാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ കേക്ക് മുറിക്കാൻ സമയമായി. സാധാരണഗതിയിൽ എൻ്റെ സർപ്രൈസ് ഒന്നും അങ്ങനെ പാളാറില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ പരിപാടി അങ്ങ് തീർത്തിട്ടുണ്ടേ. എവിച്ച് സ്നേഹപ്രകടനം കാണിച്ചേ എനിക്ക് ഒരു സ്പൂൺ കേക്ക് തന്നു. ആ സ്പൂണിൻ്റെ അന്നനാളം വരെ എത്തി. അതുകൊണ്ട് ഇനി വേണ്ടാന്ന് പറയുമായിരുന്നേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഫിനിഷ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 2021 തുടങ്ങിയ ഒരു ജേർണിയാണ്. ഇണങ്ങിയും പിണങ്ങിയും സന്തോഷങ്ങളൊക്കെ പങ്കിട്ടു 5 വർഷം പോയത് അറിഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് ഐ ഹോപ്പ് ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകുമെന്ന്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്, സേ ബൈ ബൈ.